ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ സോണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ നമ്മുടെ വഞ്ചിക്കപ്പൊയ്കയിലെ വെറൈറ്റി ഒരു വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ കണ്ടു. പ്രശസ്തമായ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ എല്ലാവരും കാണുന്നു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊക്കെ പോയി കാണണം കേട്ടോ. അടിപൊളി കാഴ്ചകൾ അത് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. മനോഹരമായ ഒരു പ്ലേസിലാണ് വെള്ളച്ചാട്ടം ഇരിക്കുന്നത് എന്നതുകൊണ്ട് അതൊരു പ്രത്യേക ഭംഗി ആ വെള്ളച്ചാട്ടത്തിനും അവിടുത്തെ പ്രകൃതിക്കും ഉണ്ട് എന്നുള്ള യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വന്നതിന് ശേഷം നമ്മളിതാ വീണ്ടും അടുത്ത ഒരു ചെറിയ മൺസൂൺ കാഴ്ചകളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് പോകുന്ന നമ്മുടെ തോന്നിയാമല കയറ്റം നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്ക് മുമ്പ് തോന്നിയാമലയിലുള്ള ആ ഹെയർപിൻ വളവുകൾ നമ്മൾ മുകളിലേക്ക് കയറിയിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഹെയർപിൻ വളവുകൾ താഴോട്ട് ഇറങ്ങി നോക്കുമ്പോൾ അതിൻ്റെ ആ കാഴ്ച കൊടുന്ന് കാണണ്ടേ, മനോഹരം കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നതിനെ കഴിഞ്ഞും ഭംഗിയും സൗന്ദര്യവും മനോഹാരിതയൊക്കെ ഉള്ള നല്ല വ്യൂ പോയിൻ്റൊക്കെ കിട്ടുന്ന ഒരു വഴി, ഒരു കാഴ്ചയായിട്ട് നമുക്കിത് ഇറങ്ങുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിമനോഹരമായ യാത്ര. അപ്പോൾ ഈ റോഡിലൂടെയുള്ള യാത്ര തന്നെ ആസ്വദിക്കാൻ പറ്റിയ ഒരു റോഡാണിത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ഈ റോഡ് വഴി ഇങ്ങനെ ഇറങ്ങി നമ്മൾ പുതിയ ഒരു കാഴ്ച ഞങ്ങൾ കാണിക്കും. അപ്പോൾ അത് കണ്ട് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ചേരും കേട്ടോ. അതുകൂടെ വേണം. അതൊക്കെ സാധാരണ പറയാറില്ല, എങ്കിലും എല്ലാവരും ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ്, നമുക്ക് ഈ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പോവാം. അപ്പോൾ ഈ വഴി നമ്മൾ നേരെ പോയാൽ കടമനിട്ട എത്തിച്ചേരും. അതായത് പ്രശസ്ത കവി കടമനിട്ട രാമകൃഷ്ണൻ്റെ സ്വന്തം നാട്, പടയണിയുടെ സ്വന്തം നാട് ഒക്കെ ആയിട്ടുള്ള കടമനിട്ടയിൽ എത്തിച്ചേരും. കടമനിട്ട എന്ന് നമുക്ക് കോഴഞ്ചേരി അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഇതെല്ലാ റോഡും മനോഹരമാണ്. എല്ലാ റോഡ് യാത്രകളും അടിപൊളിയാണ്. ഇപ്പോഴത്തെ നമുക്ക് കേരളത്തിൽ തന്നെ അപൂർവം റോഡുകൾ മാത്രമേ ഇപ്പോഴും അത്യാവശ്യം മോശമായ രീതിയിൽ നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാ റോഡുകളും അതിമനോഹരമാണ്. നമ്മളിപ്പോൾ തന്നെ ഏതൊക്കെ നാടുകളിൽ ഏതൊക്കെ സ്ഥലത്തൂടെ പോയി കേരളത്തിൽ നമുക്ക് പോയി. അപ്പോൾ അവിടെ പോയതിൽ നമുക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇപ്പം മോശപ്പെട്ട റോഡുകൾ കിട്ടുന്നുള്ളൂ. മെയിൻ റോഡുകളെല്ലാം വളരെ നന്നായിട്ട് തന്നെ BNBC ലെവലിൽ ടാർ ചെയ്ത് അടിപൊളിയാക്കിയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു റോഡിൽ കൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ യാത്രയിൽ തന്നെ നമ്മൾ ഈ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെ, പക്ഷേ അവിടെ വെറൈറ്റി 1-2 കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അവിടെ ഇച്ചിരി അഡ്വഞ്ചറായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കടന്ന് കയറി പോകണം. അപ്പോൾ അതിൻ്റേതായ ചില സാഹസിക കാഴ്ചകളൊക്കെ ഈ യാത്രയിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ കാണണം കേട്ടോ. ഒന്നാമത്തെ കാര്യം സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും മിസ്സായി പോകും നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ യാത്രയിൽ നമ്മൾ പറയാറുള്ളതെന്ന് പറയുക നമ്മുടെ പുതിയ വീഡിയോയെക്കുറിച്ചും പിന്നെ പുതിയ പ്ലാനുകളെക്കുറിച്ചും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പലതും സംസാരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് സംവദിക്കുക എന്നുള്ളതാണ് നമ്മളെ ഓരോ യാത്രയിലും ഇതുപോലുള്ള യാത്രകളിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്താൽ പലപ്പോഴും അത് കിട്ടത്തില്ല. പല കാര്യങ്ങളും നമുക്ക് മിസ്സായി പോകും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പം പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ കാഴ്ചകളുടെ പറുദീസയാണ്. ഒരുപാട് കാഴ്ചകൾ നമ്മളെ തേടി ഒതുങ്ങി പ്രകൃതി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കൊത്തി വലിച്ച് പുറത്തിടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി ഒളിപ്പിച്ച ഒരുപാട് കാഴ്ചകൾ നമ്മൾ നിലവിൽ ഇതിനോടകം പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. കിലോമീറ്ററുകളോളം ഉൾക്കാട്ടിലേക്ക് നടന്നു പോയിട്ട് കണ്ട കാഴ്ചകൾ ഉൾപ്പെടെ അങ്ങനെ നിരവധി കാഴ്ചകൾ നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടു. ഇൻക്രെഡിബിൾ പത്തനംതിട്ട എന്ന ഒരു
സീരീസ് ആയിട്ടാണ് നമ്മളത് ചെയ്തത്. അതുപോലെ തന്നെ മൺസൂൺ എക്സ്പെഡീഷൻ എന്ന സീരീസ്, ഇതും പത്തനംതിട്ട ജില്ലയിലെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും മൺസൂൺ യാത്രകളൊക്കെ ആ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് കാഴ്ചകൾ നമ്മളെല്ലാം കാത്തിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ച് വന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അപ്പം ഇനിയും ഈ കാഴ്ചകൾ കാണുക, നമുക്ക് ആസ്വദിക്കാം, കൂടെ കൂടുക കേട്ടോ. ഉണ്ടോ? പേരെന്തുവാ? മേളി വെള്ളച്ചാട്ടമുണ്ടോ? യഥാർത്ഥ കുടിലുകുഴി വെള്ളച്ചാട്ടം മേളിലാണ്. മേളിൽ തൊട്ട് വെള്ളച്ചാട്ടം ആ കുഞ്ഞാവ് പറയും. അപ്പൊ എന്താ സംഭവം ചോദിച്ചാൽ എല്ലാരും ആ റോഡിൽ വന്നതെന്ന് കണ്ടിട്ടാണ് പോകുന്നത്. കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. റോഡ് മേളിലോട്ട് കിടക്കുക അല്ലേ? റോഡിന് നമ്മളൊന്ന് ഫോളോ ചെയ്യും. ഒന്നും കാണുന്നില്ല അല്ലേ? നല്ല സൗണ്ട് ഉണ്ട്. ആ പാറയുടെ വളവിനും തിരിവിലൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത് അല്ലേ? അങ്ങോട്ടൊന്നും ആൾക്കാർ പോകുന്നില്ല. പായൽ പിടിച്ച് കിടക്കുന്നു.
തന്നെ കാണാം. കാഴ്ചകൾ കണ്ടിട്ടാണ് കപ്പടിക്കരുത്. കൂടെ തന്നെ പോയേ ഉള്ളൂ അല്ലേ? വെള്ളത്തിൽ കൂടെ തന്നെ പോകും. അടിപൊളിയാ സംഭവം കേട്ടോ. വന്നിട്ടില്ല. അല്ല ഇവിടെ വീഡിയോ എടുക്കുന്നവരാ വഴി വന്നിട്ട് പോകൂലേ? ഇത് അടിപൊളിയാണ്. കൊണ്ടുകൂടി യഥാർത്ഥ കൊണ്ടുകൂടി ഇതാണ്. വെള്ളച്ചാട്ടം ഇതാണ് അല്ലേ? അട്ടയുണ്ടോ? അട്ടയുണ്ടോ? സംഭവമുണ്ടോ അല്ലേ? ഈ നിൽക്കുന്നോണ്ട് വലിയ കുഴപ്പമില്ല. കുടിലുകുഴി വാട്ടർഫോൾസ് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോഴേ അവിടെ റോഡ് നിൽക്കുമ്പോൾ തന്നെ കുടിലുകുഴി വാട്ടർഫോൾസ് കാണാം. അത് ഒരു പാറയുടെ മുകളിൽ നിന്ന് തെന്നിത്തെറിച്ച് പോകുന്ന ഒരു വെള്ളം, ഒരു അരുവി. ആ അരുവിയിൽ അവിടെ നല്ല വെള്ളം ഉണ്ടെങ്കിൽ അത് നല്ല കാഴ്ചയാണ്. പക്ഷെ അവിടുന്ന് ഒരു കുറച്ചേറെ, അതായത് 100 മീറ്ററോളം മുകളിലേക്ക് വഴിയില്ലാത്ത തോട്ടിനകത്തൂടൊക്കെ നടന്നു വരേണ്ടി വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കാടാണ്. ഈ കാട്ടിനകത്തോട് ഇങ്ങോട്ട് വരാൻ മതി. ഇവിടുന്ന് ഇങ്ങനെ തോട്ടിൽ കൂടെ വന്നേ പറ്റത്തുള്ളൂ. പിന്നെ തോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുടിലുകുഴി വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ മറ്റൊരു കാഴ്ച കാണാൻ പറ്റും. ഇത് കുടിലുകുഴി വെള്ളച്ചാട്ടത്തിന്റെ ഇങ്ങനെ അറ്റത്തെ കാഴ്ചയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അവിടെ നിന്ന് പിള്ളേരാണ് നമ്മളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ തിരിച്ചങ്ങ് പോകത്തേ ഉള്ളായിരുന്നു. എന്തായാലും ഇവിടെ വന്നപ്പം ഇതൊരു മനോഹര കാഴ്ചയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുടിലുകുഴി വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർ തീർച്ചയായും ഒരു 100 മീറ്റർ മുകളിലേക്ക് നടന്നു വന്നിട്ട് ഈ കാഴ്ചയോട് കണ്ടിട്ട് പോയി മാത്രമേ കുടിലുകുഴി വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ ആ ദൃശ്യം നമുക്ക് കിട്ടത്തുള്ളൂ. ഇതാ ഒരു ലവ് ഷേപ്പില് പാറയുടെ മുകളിൽ നിന്ന് ചാടി വരുന്ന വെള്ളം, മുകളില് സാധാരണ രീതിയിൽ മേളിൽ പാറയുടെ മുകളിൽ ഒഴുകി വരുന്ന വെള്ളം എന്നുള്ളതേ ഉള്ളൂ മുകളില്. എന്തായാലും കുടിലുകുഴി വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച ഗംഭീരമായി കാഴ്ചയാണ് നമുക്ക് കിട്ടിയത്. ഗംഭീര കാഴ്ച. വഞ്ചിപ്പുഴ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടു, വ്യൂ പോയിന്റും കണ്ടു. അപ്പൊ അതിനേക്കാളും ബെറ്ററാണ് ഈ വെള്ളച്ചാട്ടം കേട്ടോ. ഇത് കുറെ ഏരിയ നമുക്ക് കാണാനുണ്ട്. കുറെ ഏരിയയിൽ ഈ കാഴ്ച കിട്ടുന്നുണ്ട് നമുക്ക് അല്ലേ? വെള്ളം ഉണ്ടെങ്കിൽ നല്ല മഴ പെയ്താൽ ഇങ്ങോട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല. തെന്നുമില്ലേ? അപ്പോൾ ഇവിടെ ഇനി അങ്ങോട്ട് ഇറങ്ങും വളരെ സൂക്ഷിക്കും. നമ്മൾ ഷൂ ഒക്കെ നനയാണ്. തെറ്റ് വീഴാൻ 100% സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലേ, നമുക്ക് ഈ നല്ല വെള്ളം ഉള്ളപ്പോൾ ഇതിലേക്ക് വരാൻ പറ്റത്തില്ല. ഇവിടേക്ക് ഈ ഇതുപോലൊക്കെ നിൽക്കുമ്പോഴേ വരാൻ പറ്റത്തില്ല. കാരണം തോട്ടിൽ കൂടെ തന്നെ വേണം നമുക്ക് കുറേ ദൂരം നടന്നു വരാൻ. അപ്പം നല്ല മഴ പെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രമിക്കാതിരിക്കുക വരാൻ. അല്ലാത്ത ഇതുപോലൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പം പരുവ വെള്ളച്ചാട്ടം വന്ന് കാണാൻ നല്ല പരുവമുള്ള സമയമാണ്. ഞാൻ ഇപ്പം വീണാൽ വലിയ അപകടമാണ്. കാരണം ക്യാമറ മൗണ്ടനൊക്കെ എടുത്തു വയ്ക്കുന്ന സമയമാണ്. മൗണ്ടൻ എടുത്തു വയ്ക്കുന്ന സമയമാണ് ക്യാമറയൊക്കെ വെള്ളത്തിലേക്ക് തന്നെ വീഴും.
ഇപ്പൊ വീഴുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. പൂവളം പിന്നെ പോയി നിൽക്കോ, മനുഷ്യ നിൽക്കോ. ഓ, ഉണങ്ങിയ പാറയിൽ നനങ്ങിയ ഷൂ ഇട്ട് ചവിട്ടുമ്പോൾ അവിടെ പായൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ പായൽ അലിയും. പായൽ അലിഞ്ഞ് നമ്മളെ തെറ്റി വീഴും. അങ്ങനെയാണ് വെള്ളച്ചാട്ടത്തിലെ വീഴ്ചകളൊക്കെ അങ്ങനെയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മുടെ ഈ ഷൂവിന് അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തായാലും ഞാൻ ക്യാമറ മൗണ്ടിനുണ്ട് കേട്ടട്ടെ. ക്യാമറ സേഫ്റ്റി ആയിട്ട് തന്നെ ക്യാമറ സേഫ്റ്റി ആയിട്ട് അതെടുക്കാൻ പറ്റില്ല. അല്ല, ഇത് മോട്ടറിനകത്തിട്ട കാര്യമായി. അയ്യോ, ഫുള്ള് നനഞ്ഞ്. അയ്യോ, കാലൊളുക്കി, എന്റെ കാലൊളുക്കി. മഴയായി. അയ്യോ, ഇങ്ങനെയല്ല ഇരിക്കണ്ടായിരുന്നു. കടന്നോടൊന്ന് കടന്നു കഴിഞ്ഞാൽ കുറേ രക്ഷ. അതിനെ പോട്ടെ, ഇതിനെ എനിക്ക് മനസ്സിലാവും. ആ, തന്നെ തെന്നിയതാണ് കാലേ. ഒന്ന് തെന്നി ആദ്യം തന്നെയായിരുന്നോ? കാര്യമുണ്ടേ, ക്യാമറ മൗണ്ടിനകത്ത് ഇട്ടത് എന്ത് കാര്യമായി? നിങ്ങളെ കാണിക്കും, നിങ്ങളെ കാണിക്കും. കുഴപ്പമില്ല, അധ്വാനിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. ലവ് ടു ട്രാവൽ സോൺ, ലവ് ടു ട്രാവൽ സോൺ നോക്കോ, ലവ് ടു ട്രാവൽ സോൺ. നിങ്ങളെ കട്ട് ചെയ്യണം, അവനെ കട്ട് ചെയ്യണം, കട്ട് ചെയ്യണം. വേണ്ട വേണ്ട.
ഫ്രണ്ട്സ്, അപ്പോൾ കുടിലുകുഴി വാട്ടർഫോൾസ് നല്ലൊരു വീഴ്ചയൊക്കെ വീണ് അടിപൊളിയായി. നമ്മുടെ രാത്രി വ്ളോഗ്സാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. രാത്രി വ്ളോഗ്സിനുള്ള പണി ഞങ്ങൾ അവർക്ക് വീട്ടിൽ ചെന്ന് കൊടുത്തിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ എന്താ, ഞങ്ങൾ അങ്കമാടി വെള്ളച്ചാട്ടവും സ്വന്തമായിട്ട് വെള്ളച്ചാട്ടം ഉള്ള അങ്കമാടിയാണ് ഈ കാണുന്നത്. ഇതാണ് വെള്ളച്ചാട്ടം. അവിടെ നിന്ന് കുട്ടികൾ പഠിച്ച് ബോറടിക്കുന്ന ഇവിടേക്ക് നോക്കിയാൽ അവരുടെ മനസ്സിന് വളരെ സന്തോഷം കിട്ടുന്നൊരു അങ്കമാടിയും വെള്ളച്ചാട്ടമുള്ള കുടിലുകുഴി. ഇതല്ല കുടിലുകുഴി വെള്ളച്ചാട്ടം. ഇതിന് മേളിൽ ഒരു 100-150 മീറ്റർ മേളിലേക്ക് കയറി പോകണം. അത് നമ്മൾ കാണിച്ചു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു, പോകുന്നു. ഓക്കെ, ബൈ. ശരി.